അമ്മച്ചിക്ക് ഓർമ്മയുണ്ടോ? ഒരു വിരൽ തുമ്പിൽ എന്നെയും മറുവിരൽ തുമ്പിൽ ആൻഡ്രൂസിനെയും കൊണ്ട് നടക്കാൻ ഇറങ്ങുമ്പോ പണ്ട് അമ്മച്ചി ഞങ്ങൾക്കൊരു ഓനായി ജോൺ ഹോനായി കഥ പറഞ്ഞിരുമായിരുന്നില്ലേ? ഭൂതത്താന്റെ കയ്യിൽ നിന്ന് ഭൂമി നിധി തട്ടിപ്പറിച്ച കഥ. ആ കഥയിലെ നിധിയാണിപ്പോ അമ്മച്ചിയുടെ കയ്യിലിരിക്കുന്നത്. അമ്മച്ചി ഇതാണോ അന്വേഷിക്കുന്നത്? സൂപ്പർ ഗംഭീര മോനെ. ഇവന്റെ കുറെ വീഡിയോസ് ഉണ്ടല്ലോ. ഇവന്റെ എല്ലാ വീഡിയോസും എന്നെടുത്ത് നോക്കണം കേട്ടോ. ഞാൻ സ്ഥിരം കാണാറുള്ളതാണ്. ഒരു രക്ഷയില്ല. നല്ല അടിപൊളി ഓറയുള്ളൊരു പയ്യൻ. കാരണം അവൻ്റെ ഒരു BGM ഒക്കെ ഇട്ട് ഇവൻ്റെ ഒരു വീഡിയോ വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഓറയാണ് അവൻ്റെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട്. ഇവൻ താമസിക്കാതെ തന്നെ മലയാള സിനിമയിലെത്തും, അത് ഉറപ്പാ മോനെ. അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ ഈ ടെക്നിക്കൽ സൈഡ്, ഈ എഡിറ്റ്സ് ഒക്കെ ആരാ ചെയ്യുന്നേ? മോൻ തന്നെ ആണെങ്കിൽ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണെങ്കിൽ ഉണ്ടല്ലോ, അവനും ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ. ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടേതായ പരിമിതികളൊക്കെ കാണും. അത് നിർത്തിക്കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ആ ഒരു പരിമിതികൾക്കുള്ളിൽ തന്നെ നിന്ന് നിങ്ങൾ ഇത്രയും നന്നായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് ഇനിയും പറ്റും. നന്നായിട്ട് ചെയ്യ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അടിപൊളി. നിങ്ങൾ ഇത് കാണുമ്പം ഇവൻ്റെ ഈ അക്കൗണ്ട് ഒന്ന് കയറി നോക്ക്, പൊളിയാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥ പറഞ്ഞത് കേട്ടാ, ഞങ്ങൾ നിങ്ങളെപ്പോലെ നക്കാപ്പിച്ചയ്ക്ക് ജീവിക്കുന്നവരല്ലെന്ന്. ഇത് ഏതോ ഒരു സർവകലാശാലയിലെ എന്തോ ഒരു മാർച്ചിനെ നിയന്ത്രിക്കാൻ വന്ന പോലീസാണ്. ഈ അമ്മച്ചി പറഞ്ഞത് കേട്ടില്ലേ, ഞങ്ങൾ നിങ്ങളെപ്പോലെ നക്കാപ്പിച്ചയ്ക്ക് ജീവിക്കുന്നവരല്ലെന്ന്. അയ്യേ എൻ്റെ പൊന്ന് പോലീസ് മാഡം, ജനങ്ങളുടെ നികുതിക്കാശിൽ നിന്നാണ് നിങ്ങൾക്ക് ശമ്പളം തരുന്നത്. ഓക്കെ, അല്ലാതെ ഗവൺമെന്റിന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ടല്ല കേരള പോലീസിനും അല്ലെങ്കിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കും ശമ്പളം തരുന്നത്. ഇവിടുത്തെ സാധാരണപ്പെട്ട, അതായത് എൻ്റെയും നിങ്ങളുടെയൊക്കെ സാധാരണപ്പെട്ട ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നാണ് ഈ ഗവൺമെന്റ് ഇതൊക്കെ നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് നക്കാപ്പിച്ചായിട്ട് ജീവിക്കുന്നവരില്ലെന്ന് തോന്നണ്ട. ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നാണ് ഇടയ്ക്ക് നിങ്ങൾ ശമ്പളം വാങ്ങുന്നത് എന്ന് ആലോചിച്ചാൽ തന്നെ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ പ്രസ്താവന നിങ്ങൾക്ക് പറയാൻ തോന്നത്തില്ല. പിന്നെ എനിക്ക് ഈ രമേശ് ചെന്നിത്തല സാറിനോട് പറയാനുള്ളത്, ഇങ്ങനെയുള്ള കീടത്തിനെയൊക്കെ ഉണ്ടല്ലോ ഈ ഡിപ്പാർട്ട്മെന്റിൽ വെച്ചോണ്ടിരിക്കരുത്. അവരൊക്കെ ശരിക്കും പൈസയുടെ വില അറിയണമെങ്കിൽ ഒരു 6 മാസം ജോലിയില്ലാതെ പുറത്തിരിക്കണം. അല്ല, അത് അവരുടെ ഒരു കണ്ടീഷനാണ്, അവർ വെച്ചിരിക്കുന്ന ഒരു കണ്ടീഷനാണ്. ആ കണ്ടീഷൻ അത് ഉണ്ട്. അവർ ഒരു എംബ്ലം, ഒരു ലോഗോ വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ലോഗോ അതിൻ്റെ അകത്ത് അവർ കണ്ടീഷനായിട്ട് അവർ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അല്ല, അത് MOU വെക്കുമ്പോൾ അത് അംഗീകരിക്കേണ്ടി വരും. അവർ പറഞ്ഞത് ശരിയല്ല. ആ വീട്ടിൽ ഒരിടത്തും ഞങ്ങൾ ഈ ഒരു ലോഗോ വെച്ചിട്ടില്ല, ആരെയും ഫോട്ടോ ഇല്ല. ആ വീട് അവരതാണ്. അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒന്നും അതിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അപ്പോൾ സഹായം തരാൻ പറ്റില്ല എന്നൊരു സഹായം തന്നില്ലെങ്കിൽ വേണ്ട, ഞങ്ങൾ വെക്കും. ഞങ്ങൾ ഏതായാലും ഈ കാര്യം ചെയ്യില്ല എന്നിപ്പോൾ തീർത്ത് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ഉണ്ടല്ലോ, കഴിഞ്ഞ 10 വർഷത്തെ ഭരണം കഴിഞ്ഞ് കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു പാർട്ടി നമ്മുടെ കേരളത്തിൽ അധികാരത്തിൽ വന്ന് VD സതീശൻ എന്ന് പറഞ്ഞൊരു വ്യക്തി മുഖ്യമന്ത്രി ആയപ്പോൾ കുറേയേറെ പ്രതീക്ഷ ഈ ജനങ്ങൾക്കുണ്ടായിരുന്നു, അതായത് പാവപ്പെട്ടവർക്കും കാര്യങ്ങൾക്കൊക്കെ. പക്ഷേ ഇപ്പം ഞാൻ രാഷ്ട്രീയം പറയുന്നില്ല, നമ്മുടെ ഒരു വ്യൂവിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഈ VD സതീശൻ സർക്കാർ ശരിക്കും ചെയ്യുന്നത് വലിയ വലിയ ആൾക്കാർക്കുള്ള കുറേ ഫേവറുകളാണ്. സാധാരണക്കാർക്കായിട്ടുള്ള ഒന്നും ചെയ്യുന്നതൊന്നും കാണുന്നില്ല. കുറച്ച് റീൽസിനും കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ വന്ന് പോകുന്നു എന്നുള്ളതൊക്കെ ശരിയാണ്. ഇപ്പൊ തന്നെ ഈ ഒരു കേന്ദ്രത്തിൽ നിന്നുള്ള പൈസ വേണ്ട, ഒഴിവാക്കിയാൽ മതി. എന്നാലും ഈ നമ്മൾ കേരളത്തിൽ ഒരു വീട് വെച്ച് കൊടുക്കുമ്പം അതിന്റെ മുന്നിൽ ഒരു നെയിം ബോർഡ് വെച്ചിട്ട് ആ നെയിം ബോർഡിൽ ഇത് ഇന്ന സർക്കാർ ഇത്ര വർഷം നിങ്ങൾക്ക് തന്നത് ഇത് സർക്കാരിന്റെ വക അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ വക എന്നൊരു ബോർഡ് ആ വീടിന്റെ മുന്നിൽ ഇങ്ങനെ വെച്ച് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ആത്മാഭിമാനം ഉള്ള ഒരു മലയാളിക്കും അത് സഹിക്കത്തില്ല. അത് എനിക്കാണെങ്കിൽ എനിക്ക് സഹിക്കൂല. കാരണം ആ വീട് ദാനം കിട്ടിയതല്ലേ എന്നൊരു ചിന്ത മറ്റുള്ളവർക്ക് തോന്നാനൊരു ഇടവരും. അപ്പം അത് ഇപ്പം നമ്മുടെ ഗവൺമെന്റ് പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിർബന്ധമാണെങ്കിൽ വെക്കും എന്നാണ്. പക്ഷെ അത് വെക്കില്ല എന്ന് പറയാൻ ആർജവം കാണിച്ചൊരു മുഖ്യമന്ത്രി നമുക്ക് കഴിഞ്ഞ 10 വർഷത്തിൽ ഇവിടെ ഉണ്ടായിരുന്നു. അതെന്തായാലും ഈ ഒരു നിമിഷത്തിൽ ഞാൻ ഓർത്തു പോവാണ്. എന്തായാലും ഗവൺമെന്റിനോട് പറയാനുള്ളത്, ഇങ്ങനെ ലോഗോ വെക്കുന്നത് നിങ്ങൾ ഒന്നും കൂടി ഒന്ന് പുനർചിന്തിക്കണം. അതൊരു ശരിയായ നടപടിയല്ല എന്നാണ് പറയാനുള്ളത്.
ഇസ്രായേലിൽ റബ്ബർ മരവും എന്താ പറഞ്ഞ ഒന്നുകൂടെ കേട്ടാലോ? അമ്മ എന്തോരെ പഠിച്ചു? ഞാൻ 10 വരെ പോയുള്ളൂ. 10 വരെ പഠിച്ചതിന്റെ വിദ്യാഭ്യാസം അല്ല അമ്മ കാണിക്കുന്നത്. കാരണം അത്രയും ഭാഷ പറയണമെങ്കിൽ ചെറിയ കാര്യമല്ല. നമുക്ക് ഒരു പക്ഷേ ഹിന്ദി ഇംഗ്ലീഷൊക്കെ പഠിച്ച് നേടാം. പക്ഷേ ഈ സാധനം കക്ക ആ സാധനമൊക്കെ എങ്ങനെ പറയാൻ പറ്റും? അത് സൗത്ത് കൊറിയ ഭാഷയാണ്, എനിക്കറിയാവുന്ന കേസാണ്. അതിന് അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു അക്ഷരം, തിരിഞ്ഞു പറഞ്ഞ ഒരു സാധനമാണ്. പിന്നെ അറബ് എഴുതും ഞാൻ. അറബ് എഴുതുവോ? മുഖത്ത് നോക്കി ഊക്കി വിടുക അവൻ. എന്നിട്ടും അത് ആ ചേച്ചിക്ക് മനസ്സിലാകുന്നില്ല. പറഞ്ഞു ഇങ്ങനെ. എന്റെ ചേച്ചി ഈ പറയുന്ന വ്യക്തി ചേച്ചീനെ ഊക്കി വിടുന്നതാണ്, അല്ലാതെ ചേച്ചി ഈ പറയുന്നത് കേട്ടിട്ട് ആത്മാർത്ഥമായിട്ട് ചേച്ചിയെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല. പിന്നെ ചേച്ചി എന്ത് പറഞ്ഞ ഇസ്രായേലിൽ 2.5 ഏക്കർ റബ്ബർ മരം ഉണ്ടെന്നോ വെട്ടിയെന്നോ പാലെടുത്തെന്നോ എന്താണ്, ഏതാണ് ഈ ഭാഷ? ഇതൊക്കെ ശരിക്കും ട്രോൾ വാങ്ങി കൂട്ടാന്നല്ലാതെ ട്രോളിന് വേണ്ടിയുള്ള മെറ്റീരിയലാണ് ആ ചേട്ടൻ അവിടെ നിന്ന് ഉണ്ടാക്കി കൊടുത്തോണ്ടിരിക്കുന്നത്. എന്തായാലും ഇനി റബ്ബറൊക്കെ വെട്ടി പാലൊക്കെ എടുത്ത് കറ ഒഴിച്ച് ഷീറ്റാക്കിയിട്ട് ആ പുറത്തങ്ങാണം കൊണ്ടിട്. വയലൻസ് ആണ് ഗൈസ്, വയലൻസ്. മീൻ വറുത്തത് നൽകിയില്ല, ഭാര്യയ്ക്ക് നേരെ ഭർത്താവിന്റെ ആക്രമണം. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? എന്താണ് ശരിക്കും ഇങ്ങനെ ഇടിക്കുന്നേ? എന്റെ ചേച്ചി, നിങ്ങൾ ഇങ്ങനെ ക്ഷമിച്ച് നിൽക്കേണ്ട കാലഘട്ടമൊക്കെ കഴിഞ്ഞു. ഇത് 2026 ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ നിങ്ങൾ തിരിച്ച് പ്രതികരിക്കുക, അല്ലാതെ ഒരു രക്ഷയില്ല ഇന്നത്തെ കാലത്ത്. ഇതുപോലെ മീൻകറി വെച്ചില്ലെന്നും പറഞ്ഞ് ഇതുപോലെ കൂമ്പിനിട്ടൊക്കെ ഇടിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിടിക്കുക തന്നെ ചെയ്യണം ചേച്ചി. അല്ലെങ്കിൽ ആ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, നിങ്ങളുടെ അടുത്തൊക്കെ കാണുമല്ലോ, അവിടെ കൊണ്ടുവന്നൊരു കേസ് കൊടുക്കുക, ഒരു പെറ്റീഷൻ കൊടുക്കുകയോ ചെയ്യും. ഇങ്ങനെയുള്ള ആളുടെ കൂടെ എങ്ങനെ ജീവിക്കാനാണ്? മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരെങ്കിലും ഒരു വാക്കുമുണ്ട്. ഇതൊക്കെ ഈ ഒരു അനുഭവത്തിൽ കൂടെ ഒക്കെ കടന്നു വന്നവർക്ക് ഇതൊക്കെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ നാഗചേച്ചി പറഞ്ഞ കേട്ടില്ലേ, ഒന്ന് അംഗീകരിക്കടാ. തൻ്റെ പിതാവും മാതാവും തന്നെ താനെന്ന് പറയുന്ന ആ ദേഹം ജനിച്ചപ്പോൾ സൂര്യന് ചുറ്റും വലം വെച്ചതല്ല, അല്ലെങ്കിൽ കുടം കമഴ്ത്തി ഉണ്ടായതല്ല താൻ, ഉരുളി കമഴ്ത്തി ഉണ്ടായതല്ല താൻ. മനസ്സിലായോ? എന്താ ചേച്ചി പ്രശ്നം? എന്താ പ്രശ്നം ഒന്നും മനസ്സിലാവുന്നില്ലേ? ഉരുളി കമത്തിയിട്ടൊന്നും കുഞ്ഞുങ്ങൾ ഉണ്ടാവൂല, അതെല്ലാവർക്കും അറിയാവുന്ന കേസാണ്. ചേച്ചി ആരോടാ ഈ പറയുന്നേ? ശാരീരിക ബന്ധം പുലർത്തി തന്നെയാണ് താനുണ്ടായത്. അതിനെയാണ് താൻ പാപമെന്നും അശ്ലീലമെന്നും പറഞ്ഞ് വാർത്ത പോലെ അവിടുന്നത്. ഞാനിത് തുറന്ന് തൻ്റെ പേര് പറഞ്ഞാൽ ചേച്ചി പേര് പറയില്ല എന്നാണ് തോന്നുന്നത് വീഡിയോ കണ്ടിട്ട്. ഏതോ ഒരു ആൾക്കുള്ള ഒരു റിപ്ലൈ ആയിട്ടാണ് ചേച്ചി ഇത് കൊടുത്തേക്കുന്നത്. എന്തേലും ഒക്കെ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞുകൊണ്ട് ചെന്ന് കാണും, അല്ലാതെ നാഗചേച്ചി ഇങ്ങനെ ഇടപെടാറില്ല. ആണോ അറിയാം, ഒരാളെങ്കിലും അയാളുടെ പേര് ഇതിനകത്ത് എഴുതുന്നുണ്ടോ നോക്കട്ടെ. ഞാൻ നോക്കട്ടെ. പറഞ്ഞാല് ഒരു ചാനലിൽ ഇരുന്ന് അയാൾ പറയുന്നതാ, ആരെങ്കിലും ആ പേര് എഴുതുന്നുണ്ടോ നോക്കട്ടെ. കമന്റ് ബോക്സിനകത്ത് പേര് എഴുതുന്നുണ്ടോ നോക്കട്ടെ എന്നാ ചേച്ചി പറഞ്ഞേ. ഈ വിഷയം അറിയാവുന്നവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യടേ, എന്തുവാ കേസെന്ന്. ഞാനത് നോക്കിയിട്ടൊന്നും കിട്ടുന്നില്ല. നമ്മുടെ നാഗചേച്ചി ആയതുകൊണ്ടേ എന്തോ ഒരു ഉടുക്ക് വിഷയത്തിൽ കയറി ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ചേച്ചി ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. എന്തായാലും കമന്റിൽ ഒന്ന് മെൻഷൻ ചെയ്തേക്ക്, കാര്യം അറിയാവുന്നവരും. ഓക്കെ, അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മുടെ വീഡിയോ ഇവിടെ നമ്മൾ വൈൻഡപ്പ് ആക്കുകയാണ്. അപ്പം എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. കാരണം ഇതൊരു പുതിയ ചാനലാണ്. ഒരു വളർന്നു വരുന്ന യൂട്യൂബറെ അല്ലെങ്കിൽ ഒരു കലാകാരനെയൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ എന്നെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഗൈസ്, അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.